ടു മൈ ചാനൽ അൽഫിന അനസ്തറ്റിക് ലൈഫ് സ്റ്റൈൽ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പുതിയൊരു അപ്ഡേറ്റുമായിട്ടാണ്. AMCS FNCK 2025 രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പ്രോസ്പെക്ടസ് നോക്കേണ്ടതെന്നും എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് ഓപ്ഷൻസ് വെക്കേണ്ടതെന്നും അതുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. ഫസ്റ്റ് നമ്മൾ നോർമലി ഗൂഗിളിൽ ഓപ്പൺ ചെയ്യുക. ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം AMCS FNCK 2025 എന്ന് സെർച്ച് ചെയ്യുക. ഫസ്റ്റ് തന്നെ നമുക്ക് AMCS FNCKയുടെ വെബ്സൈറ്റ് ഓപ്പൺ ആയി വരുന്നതായിരിക്കും. അതിലേക്ക് പ്രോസ്പെക്ടസ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മുടെ പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുക. നമുക്ക് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും വരുന്നുണ്ടാവുക. ഇതിൽ നമുക്ക് BSc നഴ്സിംഗ്, പോസ്റ്റ് BSc നഴ്സിംഗ്, MSc നഴ്സിംഗ് ഒക്കെ അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. +2 കഴിഞ്ഞ സ്റ്റുഡൻസ് BSc നഴ്സിംഗിനായിരിക്കും അപേക്ഷിക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഡീറ്റെയിൽസ് മാത്രമായിരിക്കും നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ജൂലൈ 20 നമ്മുടെ ആപ്ലിക്കേഷൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഓഗസ്റ്റ് 20 അതായത് നിങ്ങൾക്ക് ഒരു മാസമുണ്ട് ഇത് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം എന്ന് പറയുന്നത്. പബ്ലിക്കേഷൻ ഓഫ് ഡേറ്റ വെരിഫിക്കേഷൻ ലിസ്റ്റ് ഓഫ് ആപ്ലിക്കന്റ് വിത്ത് റിമാർക്സ് ഓൺ വെബ്സൈറ്റ്. ഇതിന് ശേഷം നിങ്ങളുടെ റിമാർക്സ് ആയിട്ട് എന്തെങ്കിലും തെറ്റുകളോ മിസ്റ്റേക്സോ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ വേണ്ടിയിട്ട് ഓഗസ്റ്റ് 27 വരെ സമയമുള്ളതാണ്. ലാസ്റ്റ് ഡേറ്റ് ഓഫ് കറക്ഷൻ ഓഫ് എൻട്രി എറേഴ്സ് ഇഫ് എനി ബൈ ദ കാൻഡിഡേറ്റ്സ്. ലാസ്റ്റ് ഡേറ്റ് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് തന്നിരിക്കുന്നത് ഓഗസ്റ്റ് 30. അതിനു മുന്നേ നിങ്ങളുടെ റിമാർക്സ് എല്ലാം ക്ലിയർ ആയിരിക്കണം. Then publication of the provisional open and category wise rank list on the website. നമ്മുടെ LBSനെ പോലെ തന്നെ പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റും കാറ്റഗറി വൈസ് റാങ്ക് എല്ലാം വരുന്നതായിരിക്കും. അത് സെപ്റ്റംബർ 1 ആയിരിക്കും പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. പബ്ലിക്കേഷൻ ഓഫ് ഓപ്പൺ ആൻഡ് കാറ്റഗറി വൈസ് റാങ്ക് ലിസ്റ്റ് ഓൺ ദ വെബ്സൈറ്റ് 3 അതായത് സെപ്റ്റംബർ 3 റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം ഫസ്റ്റ് ഓൺലൈൻ അലോട്ട്മെന്റ് സെപ്റ്റംബർ 8 കാണിക്കുന്നത്. ഫീ റെമിറ്റൻസ് ആൻഡ് കോളേജ് ഓപ്ഷൻ റീ അറേഞ്ച്മെന്റ്. ഈ അലോട്ട്മെന്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഓപ്ഷൻസ് റീ അറേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുള്ള ഡേറ്റും കൊടുത്തിട്ടുണ്ട്. 8 മുതൽ 10 വരെയാണ് അതിനുള്ള ഡേറ്റ് വന്നിരിക്കുന്നത്. അതിനുശേഷം ജോയിൻ ചെയ്ത കുട്ടികളുടെയും ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെയും ടെസ്റ്റ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും 11 അതായത് സെപ്റ്റംബർ 11. അതിനുശേഷം സെക്കൻഡ് അലോട്ട്മെന്റ് വരുന്നതാണ്. അതിനുശേഷവും നിങ്ങൾക്ക് റീഅറേഞ്ച്മെന്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഓപ്ഷൻസ്. അതിനുശേഷവും ജോയിനിങ് ആയിട്ടുള്ള കുട്ടികളുടെയും നോൺ ജോയിനിങ് ആയിട്ടുള്ള കുട്ടികളുടെയും എല്ലാം ലിസ്റ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം തേർഡ് അലോട്ട്മെന്റ് സെപ്റ്റംബർ 17 തേർഡ് അലോട്ട്മെന്റിന് ശേഷം നിങ്ങൾക്ക് റീഅറേഞ്ച്മെന്റ് ഓപ്ഷൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കോളേജിന് ഇതെല്ലാം കഴിഞ്ഞ് തേർഡ് അലോട്ട്മെന്റ് എല്ലാം കഴിഞ്ഞ് കോളേജിലേക്ക് ജോയിൻ ചെയ്യാനുള്ള ഡേറ്റ് കൊടുത്തിരിക്കുന്നത് സെപ്റ്റംബർ 18 മുതൽ സെപ്റ്റംബർ 20 വരെയാണ്. ദെൻ പബ്ലിഷിംഗ് ദ ജോയിനിങ് ആൻഡ് നോൺ ജോയിനിങ് കാൻഡിഡേറ്റ് ലിസ്റ്റ്. അതായത് അതിനുശേഷവും ഏതെങ്കിലും സീറ്റ് വാക്കൻസി ഉണ്ടെങ്കിൽ അത് കാണിക്കുന്നതായിരിക്കും വെബ്സൈറ്റിൽ. ഫോർത്ത് ഓൺലൈൻ ആൻഡ് സ്പോട്ട് അഡ്മിഷൻ. അതായത് എന്തെങ്കിലും വാക്കൻസി ബാക്കിയുണ്ടെങ്കിൽ അത് ഫിൽ ചെയ്യുന്നവരെ കുട്ടികളെ എടുത്തോണ്ടേ ഇരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ടോട്ടൽ നമുക്ക് 35 കോളേജസ് ആണുള്ളത്. ഏതൊക്കെ കോളേജസ് ആണ് എന്നുള്ളതെല്ലാം പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ 15 കോളേജസിൽ മാത്രമേ നമുക്ക് ഓപ്ഷൻസ് വെക്കാൻ സാധിക്കുകയുള്ളൂ. സ്ക്രീനിൽ കാണുന്ന 35 കോളേജസിലാണ് നിങ്ങൾക്ക് ഓപ്ഷൻസ് കൊടുക്കാൻ സാധിക്കുന്നത്. നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് വീടിനടുത്തുള്ള എവിടെയാണോ നിങ്ങൾക്ക് വേണ്ടത്, ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർക്ക് ട്രിവാൻഡ്രം മതിയെങ്കിൽ അവിടെ ട്രിവാൻഡ്രത്തുള്ള കോളേജസ് വെക്കുക. അതുപോലെ ബാക്കി ജില്ലക്കാരും അതനുസരിച്ച് വെക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഫീ സ്ട്രക്ചർ ആയിട്ട് പറയുന്നത് ആനുവൽ ട്യൂഷൻ ഫീ ഫോർ ഓൾ കോളേജസ്. എല്ലാ കോളേജസിലും 80,328 രൂപയാണ് പറയുന്നത്. സ്പെഷ്യൽ ഫീസ് ആയിട്ട് ഫസ്റ്റ് ഇയറിൽ മാത്രം 23,980 റുപ്പീസ് വരുന്നുണ്ട്. ഇത് നിങ്ങൾ ഫസ്റ്റ് കയറുമ്പോൾ ജോയിനിങ് ചെയ്യുമ്പോൾ തന്നെ അടയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. 15% NRI സീറ്റ്സിന് ഇതിന് റിസർവേഷനും ഉണ്ട്. അപ്പോൾ NRI സീറ്റ് വേണം എന്നുള്ള കുട്ടികൾ അതിനനുസരിച്ചുള്ള ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യണം. ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം പ്രോസ്പെക്ടസിൽ വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് മുഴുവനായിട്ട് റീഡ് ചെയ്തതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻസ് കൊടുക്കാം. ഓക്കെ. അപ്പോൾ NRI സീറ്റിന് വേണ്ടിയിട്ടാണ് അപേക്ഷിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ട ഫീസ് 1,04,500 രൂപയാണ് വരുന്നത്. സീറ്റ്സിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ കൊടുക്കേണ്ട ഡോക്യുമെന്റ്സ് എല്ലാം പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അത് വായിച്ചു നോക്കുക. നിങ്ങളുടെ കയ്യിൽ ഒരു വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐഡിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ജനുവരി 1 ശേഷം എടുത്ത ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അത് JPEG ഫോർമാറ്റിൽ വേണം നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സൈനും ഒരു വൈറ്റ് പേപ്പറിലാണ് സൈൻ ചെയ്യേണ്ടത്. അതിനുശേഷം അത് സ്കാൻ ചെയ്ത് JPEG ഫോർമാറ്റിൽ വേണം അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. സർട്ടിഫിക്കറ്റിന്റെ എല്ലാം സ്കാൻഡ് കോപ്പീസ് ആണ് കേട്ടോ യൂസ് ചെയ്യേണ്ടത്. ഇതൊന്നും കറക്റ്റ് ആയിട്ടല്ല നിങ്ങൾ അപ്ലോഡ് ചെയ്തത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻസ് റിജക്റ്റ് ആവാനുള്ള ചാൻസസ് ഉണ്ട്.
ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് വരുന്നത് 1200 രൂപയാണ്. ആപ്ലിക്കേഷൻ ഫീ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം സൗത്ത് ഇന്ത്യൻ ബാങ്ക് ചെല്ലാൻ വഴിയും അടയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇതുവഴി നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയാലും LBSന്റെ അതേ ഫീസ് തന്നെയാണ് വരുന്നത്. പക്ഷെ നിങ്ങൾക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരിക്കുന്നതായിരിക്കില്ല. അതോടൊപ്പം ഇതിന് ഡൊണേഷനും ഇല്ല. എന്നാൽ SC/ST കുട്ടികൾക്കും OEC കുട്ടികൾക്കും ഒന്നും തന്നെ ഫീസിന് റിഡക്ഷനോ കാര്യങ്ങളോ കൺസെഷനോ ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. പ്രോസ്പെക്ടസിൽ കറക്റ്റായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റ്സും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അതെല്ലാം ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം അപ്ലോഡ് ചെയ്യുക. ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടിയതിന് ശേഷം നിങ്ങൾ ടോക്കൺ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരും. 25,000 ആണ് ടോക്കൺ ഫീ ആയിട്ട് വരുന്നത്. അത് നിങ്ങളുടെ സീറ്റ് സെക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അടയ്ക്കാത്ത പക്ഷം നിങ്ങളെ അടുത്ത അലോട്ട്മെന്റിലേക്ക് പരിഗണിക്കുന്നതല്ല. ഇനി സെക്കൻഡ് അലോട്ട്മെന്റിൽ ഏതെങ്കിലും കുട്ടികൾക്ക് മറ്റൊരു കോളേജിലേക്ക് അഡ്മിഷൻ കിട്ടി എന്നുണ്ടെങ്കിൽ പിന്നെയും നിങ്ങൾ ടോക്കൺ ഫീ അടയ്ക്കേണ്ടതില്ല. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ട്രാൻസ്ഫർ ആകുന്നതായിരിക്കും. എന്നാൽ നിങ്ങൾക്ക് അഡ്മിഷൻ ഓൾറെഡി കിട്ടിയതിന് ശേഷം അത് ഡിസ്കണ്ടിന്യൂ ചെയ്യണം എന്നതാണ് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫുൾ ഫീസ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അതോടൊപ്പം പ്രോസ്പെക്ടസിൽ തന്നെ 35 കോളേജസിന്റെ എല്ലാ രീതിയിലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. മാനേജ്മെന്റ്, ഡയറക്ടർ, പ്രിൻസിപ്പൽ, പാരന്റ് ഹോസ്പിറ്റൽ, ഡീറ്റെയിൽസ് ഓഫ് കോൺടാക്ട് പേഴ്സൺ, ഹോസ്റ്റൽ ഫെസിലിറ്റീസ്, ഡിസ്റ്റൻസ് ഫ്രം നിയറസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ, ഡിസ്റ്റൻസ് ഫ്രം നിയറസ്റ്റ് ബസ് സ്റ്റാൻഡ്, ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ എത്ര സീറ്റാണ് ആ കോളേജിലുള്ളത്, ടോട്ടൽ സീറ്റ് 40, അതിൽ ഗവൺമെന്റ് സീറ്റ് 20 വരുന്നുണ്ട്. NRIയിൽ എത്ര സീറ്റ് ഉണ്ട്, മാനേജ്മെന്റ് സീറ്റ് എത്രയുണ്ട്, ഓപ്പൺ മെറിറ്റിൽ എത്ര സീറ്റ് ഉണ്ട്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് സീറ്റ് ഉണ്ടോ, അതോ റിലീജിയസ് നഴ്സിന് സീറ്റ് ഉണ്ടോ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് ഈ അൽഫോൺസ കോളേജ് ഓഫ് നഴ്സിംഗിനെ വെച്ചിട്ട് ഞാൻ എക്സാമ്പിൾ പറയാം. ടോട്ടൽ സീറ്റ് വരുന്നത് 40 ആണ്. എന്നാൽ NRI സീറ്റ് ഇതിലില്ല. അപ്പോൾ NRI റിസർവേഷൻ വേണ്ട കുട്ടികൾ എന്ത് ചെയ്യരുത്, ഓപ്ഷൻ വെക്കുന്ന സമയത്ത് NRI സീറ്റ് ഇല്ലാത്ത കോളേജസ് വെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കായിരിക്കും ഇതിൽ റിസർവേഷൻ കൂടുതൽ. കാരണം AMCS FNCKയുടെ ആപ്ലിക്കേഷൻ ആണിത്. അതായത് ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കാണ് കൂടുതലും റിസർവേഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ക്രിസ്ത്യൻ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്കാരെ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ആ ബേസിൽ ചെയ്തുള്ള റിസർവേഷൻ ഉള്ള സീറ്റുകളുള്ള കോളേജസിൽ മാത്രം നിങ്ങൾ ഓപ്ഷൻസ് വെക്കുക. ടോട്ടൽ നമുക്ക് 35 കോളേജ് ഉണ്ടെങ്കിലും 15 കോളേജസ് മാത്രമേ വെക്കാൻ സാധിക്കുകയുള്ളൂ. ഈ വെച്ച 15 കോളേജസ് മാത്രമേ നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്യാനും സാധിക്കുകയുള്ളൂ. പുതിയ കോളേജസ് ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ NRI റിസർവേഷൻ വേണ്ട കുട്ടികൾ NRI സീറ്റുള്ള കോളേജസ് വെക്കുക. അതോടൊപ്പം കമ്മ്യൂണിറ്റി റിസർവേഷൻ അനുസരിച്ച് വെക്കുക. ഇനി ക്രിസ്ത്യൻ ബേസ്ഡ് അല്ലാത്ത കുട്ടികൾ ചെയ്യേണ്ടത് ഓപ്പൺ മെറിറ്റ് സീറ്റുള്ള കോളേജസിലേക്ക് വേണം ആപ്ലിക്കേഷൻസ് വെക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ കോളേജസ് എല്ലാം പ്രോസ്പെക്ടസിൽ കാണിക്കുന്നത് നോക്കിയിട്ട് നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ചുള്ള 15 കോളേജസിനെ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾ തിരഞ്ഞെടുക്കുക. അതിൽ തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷനും വെക്കാനും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ 35 കോളേജസിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ പ്രോസ്പെക്ടസിൽ തന്നെ ഉണ്ട്. അപ്പോൾ അതെല്ലാവരും പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്ത് നോക്കി വായിച്ച് എല്ലാം ശരിയായിട്ട് മാത്രം അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തതിന് ശേഷം തെറ്റുകളൊന്നും വരുത്താതിരിക്കുക കേട്ടോ. അപ്പോൾ www.amcsfnck.com എന്ന വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടത്. പല കുട്ടികളും ചോദിച്ചതാണ് ഇതിൽ ഇംപ്രൂവ്മെന്റ് മാർക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ എന്ന്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇംപ്രൂവ്മെന്റിന്റെ മാർക്ക് ആഡ് ചെയ്യാൻ പറ്റും. LBSൽ ഇപ്പോൾ ഇംപ്രൂവ്മെന്റിന്റെ മാർക്ക് എടുത്തില്ലെങ്കിലും നമുക്ക് AMCS FNCKയിലും PNC മാത്സിലും എല്ലാം ഇംപ്രൂവ്മെന്റ് മാർക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ സ്കൂളിലേക്ക് നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങളുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, അതായത് നിങ്ങളുടെ ഇംപ്രൂവ്മെന്റ് മാർക്കും കൂടി ആഡ് ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റ് എന്നാണ് കിട്ടുന്നത് എന്നുള്ളത്. അപ്പോൾ അത് നേരത്തെ കിട്ടുവാണ് എന്നുണ്ടെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ, താങ്ക് യു.